വൺസ് അപ്പോൺ എ ടൈം എന്ന പരിപാടിയുടെ മറ്റൊരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം തമാശ എപ്പോഴും പറയുന്നവരും അല്ലെങ്കിൽ തമാശ പ്രകടിപ്പിക്കുന്നവരും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എതിരെ നിൽക്കുന്നവർ എൻ്റെ തമാശ കേട്ട് നല്ലോണം ഒന്ന് ചിരിക്കണം എന്നുള്ളതാണ്. എതിരെ നിൽക്കുന്നവർ ചിരിച്ചില്ലെങ്കിൽ എത്ര നല്ല തമാശയാണെങ്കിലും അത് വർക്കൗട്ട് ആയിട്ടില്ലെന്ന് അത് കണ്ടു നിൽക്കുന്നവനും തോന്നും. വേറെ ഭാഷക്കാർ തമ്മിൽ തമാശ പറയുകയാണെങ്കിലും ഒരാൾ ചിരിക്കുന്ന കണ്ടില്ലെങ്കിൽ നമുക്കറിയാം അവൻ പറഞ്ഞ തമാശ ഏറ്റിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഉറക്കെ ചിരിക്കുന്ന എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കൂടുതൽ താല്പര്യമുണ്ട്. സാധാരണത്തിനേക്കാൾ അങ്ങനെ താല്പര്യമില്ലേ? അങ്ങനെ ഒരാളെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ പരിചയത്തിൽ സിനിമയിലൊക്കെ ഉള്ള പല പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ അവര് സിനിമയിൽ എത്തുമ്പം നമ്മൾ കാണും, അപ്പം ഒരു സ്വഭാവമാണ്. കുറച്ച് കഴിഞ്ഞ് ഇവർ ചിലപ്പം വേറെ ഭാഷയിലും കുറെ സിനിമയിലൊക്കെ ഹീറോയിൻസ് ആയി കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ വേറെ സ്വഭാവമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് ഹസ്ബൻഡ് കൂടെ കാണുമ്പോൾ വീണ്ടും വേറൊരു സ്വഭാവം. ഞാൻ പറഞ്ഞ സ്വഭാവം എന്ന് പറഞ്ഞാൽ കാലികമായ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണും. പക്ഷെ കണ്ട കാലം മുതൽ ഉറക്കെ വർത്തമാനം പറയുന്ന, ഉറക്കെ ചിരിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടെയും ഒരുപോലെയും പെരുമാറുന്ന ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള മലയാളത്തിന്റെ ഒരു പ്രിയപ്പെട്ട നായികയാണ് ഇന്ന് ഈ ചിരി യാത്രയിൽ നമ്മളോടൊപ്പം പങ്കുചേരാൻ വേണ്ടി എത്തുന്നത്. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി പ്രിയപ്പെട്ട മിയയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മിയ. മിയ, വൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷാരടി ചേട്ടൻ പറഞ്ഞ ആ ഒരു എനിക്ക് പറഞ്ഞ ഇൻട്രോ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വളരെ ഇഷ്ടമായോണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യം തന്നെയാണ്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അതിലുപരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. എപ്പോഴും വളരെ വാം ആൻഡ് വെൽക്കമിങ് ആയിട്ട് നമ്മളവിടെ പെരുമാറുന്നു, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മളെ കണ്ട സന്തോഷം നമ്മൾ ഇങ്ങോട്ട് പ്രകടിപ്പിക്കുന്നു. നമ്മൾ പ്രകടിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ചില എന്റെ കൂട്ടുകാരികളെന്ന് പറഞ്ഞതുള്ളൂ, എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ മാറും. ചിലപ്പോൾ മാറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറെ പെൺപിള്ളേരോട് കാണുമ്പോൾ ഇന്ന് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല, നാളെ ഞാനും ഭാര്യയായിട്ട് വന്നേക്കുമ്പോൾ എന്തുണ്ട് സുഖമാണ് എന്നിങ്ങനെയൊക്കെ പോവും. അപ്പൊ എനിക്ക് വലിയ വലിയ അവാർഡ് നൈറ്റിന്റെ ഒക്കെ സ്റ്റേജിന്റെ ബാക്കിൽ പോയി നിന്ന് കഴിഞ്ഞാല് എനിക്ക് മിണ്ടാൻ താല്പര്യം. മിയ എവിടെ ഉണ്ടോ ഞാൻ പോയി മിണ്ടും. എന്താന്ന് വെച്ചാൽ അവാർഡ് നൈറ്റ് ഒക്കെ നടക്കുമ്പം ഒരു 50,000 വാട്സ് സൗണ്ട് അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എപ്പോ വന്നോ ഇങ്ങനെ മിണ്ടണം, വലിയ റിസ്ക് എടുത്ത് മിണ്ടണം. അപ്പൊ അടുത്തേക്കുന്നവര് ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത് കേൾക്കത്തില്ല. പക്ഷെ മിയ ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ 60,000 വാട്സ് സൗണ്ടില് ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് പറയുമ്പം ഓഡിയൻസിന്റെ പുറകിലിരിക്കുന്നവൻ അതാരാ സ്റ്റേജിന്റെ ബാക്കിൽ മിണ്ടിയത് എന്ന് ചോദിക്കുന്ന ലെവലിൽ മിണ്ടുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അല്ലേ? നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയുള്ള അധികം ആൾക്കാരും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അല്ലേ? എനിക്ക് അങ്ങനെ ഉറക്കം മിണ്ടിയില്ലെങ്കിൽ എന്തോ ഒരു എനർജി കുറവ് പോലെ എനിക്ക് തോന്നുന്നേ. ഇങ്ങനെ ഉറക്കം സംസാരിക്കുന്നത് എന്റെ പണ്ട് പോലെ ഉള്ളൊരു നേച്ചറാണ്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, സിംഗ് സൗണ്ട് ഒക്കെ ഉള്ളപ്പോ നമ്മൾ പയ്യൊക്കെ വർത്താനം പറയണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു എന്റെ എനർജി കുറഞ്ഞതാണോ, എനിക്ക് എന്തോ ഒരു അങ്ങനെ വർത്താനം പറയുമ്പോൾ ഒരു സുഖമില്ല, ഒരു രസമില്ല. അപ്പൊ അത് കാരണം എനിക്ക് ഇങ്ങനെ മിണ്ടിയില്ലെങ്കിൽ സുഖമില്ല. ലോകത്ത് ഇതുവരെ മിയ എന്തെങ്കിലും പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല, അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടില്ല. വിവാഹശേഷം എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറ. പുതിയ ഒരു വലിയ വിശേഷം നടന്നു, എനിക്കൊരു കൊച്ചുണ്ടായി. ഏറ്റവും വലിയ വിശേഷം. സാധാരണ ഇതിൽ വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗർഭം ഉണ്ടായി എന്ന് പറയുന്നവര് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണല്ലോ പൊതുവെ സിനിമയിലൊക്കെ വിശേഷം വല്ല. ഇത് വിശേഷം വല്ലതും ഉണ്ടോ? കൊച്ചുണ്ടായി ഫുൾ അതാ പറഞ്ഞു കുറെ മുന്നിലോട്ടാ. എന്നിട്ട് പേരെന്താ ഇട്ടത്? കുഞ്ഞിന്റെ പേര് ലൂക്കാന്നാണ്. ലൂക്കാന്നാണ് പേര്. സുഖമായിട്ടിരിക്കുന്നു. ലൂക്ക എന്താ വികൃതിയാണോ പരിപാടിയാണോ അങ്ങനെയൊക്കെ? ഇതുവരെ വലിയ ഒരു ട്രബിൾ തന്നൊരു കുഞ്ഞല്ല കേട്ടോ. അത്യാവശ്യം എന്റെ സ്വഭാവമാണെന്നൊക്കെ തോന്നുന്നു. ഒരു ഇച്ചിരി സൗമ്യ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് ലൂക്കായ്ക്ക്. ഈ ലൂക്ക എന്നുള്ള പേരാരാ ഇട്ടുകൊടുത്തത്? ആക്ച്വലി ഞാനും അപ്പവും കൂടെ ഞങ്ങൾ ഒരുമിച്ചിട്ട ഒരു പേരാണ്. ഞങ്ങൾ കുറെ പേരുകൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്റെ പേരിടാൻ നേരത്തെ 2-3 ക്രൈറ്റീരിയാസ് ഇങ്ങനെ മനസ്സിലാലോചിച്ചു. കാരണം എന്റെ ശരിക്കുള്ള പേര് ജിമി എന്നാണ്, അറിയാലോ. ഈ ജിമി എന്നുള്ള പേര് എല്ലാരും തെറ്റിക്കുന്ന കാരണമാണ് മിയ എന്നാക്കിയത്. അപ്പൊ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ തെറ്റിക്കുന്ന ഒരു പേരാവരുത് എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേരായിരിക്കണം. ഇപ്പോ എന്താ പറയാ, അരുണേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുറെ പേരുണ്ട്. മനോജും സന്തോഷം ഇപ്പൊ എന്ത് ചെയ്യും? സന്തോഷം എന്നൊക്കെ വിളിച്ചാ 200 പേര് തിരിഞ്ഞു നോക്കുന്നത്. അതെ, അതുപോലെ ഒത്തിരി ഉള്ള ഒരു പേരാവണ്ട, കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഒരു പേരാവണം. പിന്നെ സ്പെല്ലിംഗ് ഒക്കെ അങ്ങനെ അധികം തെറ്റിപ്പോവരുത്. അങ്ങനെയൊക്കെയുള്ള ഒരു 2-3 കാര്യങ്ങൾ ആലോചിച്ചു. ഏറ്റവും പ്രാഥമികമായിട്ട് ചിന്തിക്കേണ്ടത്
പെൺപിള്ളേരുടെ പേരിടുവാണെങ്കിൽ എ എന്നുള്ള അക്ഷരത്തിൽ തീരാത്ത പേരിടണം. ഇംഗ്ലീഷ് എഴുതുമ്പോൾ എ എന്നുള്ള അക്ഷരത്തിൽ തീരുന്നതാണ് 85% പെൺപിള്ളേരുടെ പേര്. പേര്. ഡയാന, അതെ, ആ. മിയ, കാവ്യ, നവ്യ, റോമ, ശാരദ, ഷീല, ഭാമ. എടുത്തോ, ഇനി അങ്ങോട്ട് എടുത്തോ, എവിടം തൊട്ട് എടുക്കണം. അപ്പം അവിടെ ആ ലാസ്റ്റ് എ മാറ്റിയത് അവർ പെൺപിള്ളേരെല്ലാം പരസ്പരം പറഞ്ഞു നോക്കി. ഒരുപാട് പേർക്ക് കിട്ടിയില്ലേ? എയിൽ തീരുന്ന പേരുള്ളവരൊന്ന് കൈപൊക്കിക്കേ നിങ്ങളുടെ കൂട്ടത്തില്. തീർന്നില്ലേ? മെജോറിറ്റി കഴിഞ്ഞു, 2 പേരും കണ്ടേ ബാക്കിയുള്ളൂ. തീർന്നു, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. അങ്ങനെ കുറച്ച് പരിപാടികളാണ്. ആമ്പിള്ളേർക്ക് കഴിഞ്ഞ 15 വർഷമായിട്ട് മലയാളത്തിൽ എഴുതുമ്പോ ചന്ദ്രകലയിൽ തീരുന്ന പേരുകളാ. കുറച്ച് ശരത്ത് അങ്ങനെയൊക്കെയാണോ? പുതിയ പിള്ളേർക്ക്. അതിനു മുമ്പ് രമേഷ്, സുനീഷ്, ജുനീഷ്, ബിനീഷ്, ഷാ, ചന്ദ്രകല, അറ്റത്ത് എങ്ങനെ വന്നാലും ഈ പ്രശ്നമുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് വേണം തീരുമാനിക്കാം. പക്ഷെ ലൂക്ക വളരെ നന്നായിരിക്കും. അതെ, ലൂക്കയുടെ OTT റൈറ്റ്സ് ഒക്കെ പോവും. എല്ലാവന് 5-ൽ 4 സ്റ്റാറും കിട്ടിക്കഴിഞ്ഞു പേരിലൂടെ തന്നെ, കേട്ടോ. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. ഞാൻ കുറെ എപ്പിസോഡ്സ് കണ്ടിട്ടുള്ളതാണ്. കാരണം ഇത് ശരിക്കും ഫൺ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാം. അത് ഞാൻ ബുദ്ധിപരമായിട്ടൊരു പരിപാടി ചെയ്ത് ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാരും വീട്ടിലിരിക്കുമ്പോഴേ തുടങ്ങിയ, വേറെ വഴിയില്ല ആളുകൾക്ക്. അങ്ങനെയാണ് എന്റെ വീട്ടില് ഞാനും മമ്മിയും എന്റെ ഹസ്ബൻഡും ഒരുമിച്ചിരുന്ന് ഞങ്ങള് എപ്പിസോഡ്സ് കണ്ടിട്ടുള്ളതാണ്. ശരിക്കും എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. എന്നൊരു കാര്യം ചെയ്യുന്ന ഇവിടെ നമുക്ക് നേരിട്ട് കാണാം. ഡയാനയുടെ കാര്യം, ഡയാന ഞങ്ങള് ആദ്യമേ കാണുന്നത് ഒരു ഇവന്റിനാണ് കണ്ടത്. അപ്പൊ നല്ല ചുറുചുറുക്കോടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, നല്ല മിടുക്കിയായിട്ട് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ നിന്നിട്ട് അപ്പൊ ആദ്യം ഇങ്ങനെ വെൽക്കം പരിപാടികളൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ഡയാനെ വായി നോക്കുമായിരുന്നു. ഞാൻ എത്ര എപ്പിസോഡായിന്ന് അറിയാമോ? അപ്പൊ ഡയാന നല്ല വേഷമൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നല്ല മിടുക്കി കുട്ടി, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല മിടുക്കിയായിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നു. ഈ കൊച്ചിനെ എന്തായാലും സിനിമയെ വിളിക്കാത്തെന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അതിന്റെ വേറെ എന്തൊരു പ്രോഗ്രാമിനും നമ്മൾ 2-3 പ്രോഗ്രാംസിന് കണ്ടു. അപ്പോഴൊക്കെ ഞാൻ ഓർത്ത് അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കുറെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് യുവം എന്ന് പറയുന്ന ഒരു പടം വന്നപ്പോൾ എനിക്ക് ആക്ച്വലി സന്തോഷമായി. നല്ലൊരാളെ ഒരു നല്ല ഹീറോയിനായിട്ട് ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പല പ്രാവശ്യം കണ്ടു. ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഒരുപാട് ഇവന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് ആക്ട്രസസ്മാരുടെ കൂടെ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ രണ്ടാമതൊരു ഇവന്റിന് വെച്ച് കണ്ടിട്ട് വന്ന് ചിരിച്ച് സംസാരിച്ച് വീണ്ടും കാണുമ്പോൾ വീണ്ടും നമ്മളോട് വന്ന് അത്രയും, അതെന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കാര്യമാണ്. സീരിയസ്ലി അല്ല. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഷാർജയിൽ ഒരു പരിപാടി, അന്ന് രജനി ഹരിദാസ് ആണ് അത് അവതരിപ്പിക്കുന്നത്. 7 മണിക്കൂറുണ്ട് ഈ ഷോ. 7 മണിക്കൂർ ദൈർഘ്യമാണ്. 6 മണിക്ക് തുടങ്ങിയിട്ട് ഇങ്ങനെ രഞ്ജിനി ഒറ്റയ്ക്ക് നിന്ന് ആങ്കർ ചെയ്ത് രഞ്ജിനിയുടെ ആങ്കറിംഗ് ഒക്കെ കണ്ട് കുറേ നേരത്തിന് ശേഷം ഐശ്വര്യ റായ് സ്റ്റേജിലോട്ട് കയറി. ഐശ്വര്യ ആയിരുന്നു ഗസ്റ്റ്. ഐശ്വര്യ റായ് കയറിയിട്ട് മറ്റെന്തും പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞത്, ഞാൻ കുറെ നേരമായിട്ട് അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയാണ്, ഈ പെങ്കൊച്ച് എങ്ങനെയാണ് ഇവിടെ ഇത്രയും നേരം ആരോഗ്യത്തോടെ പറഞ്ഞു നിൽക്കുന്നത്. ഞങ്ങളെ പോലുള്ള സാധാരണപ്പെട്ട പാവങ്ങളിലെ ഐശ്വര്യ റായ്ക്കും രഞ്ജിനിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങോട്ട്